ഇന്ന് മീഡിയ വണിനൊപ്പം ഉള്ളത് മുൻ മന്ത്രിയും സി പി യുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ വി.എസ്. സുനിൽകുമാറാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണിക്കുണ്ടായ തോൽവി, ആ തോൽവിയിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളാകെ ഞെട്ടിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാം വി.എസ്. സുനിൽകുമാറിനോട് തന്നെ ചോദിക്കാം. സ്വാഗതം. നമസ്കാരം. തൃശ്ശൂരിലെ തോൽവി ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളാകെ അമ്പരന്ന് നിൽക്കുകയാണ്. ആ ഞെട്ടലിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പലരും പുറത്തു വന്നിട്ടില്ല. വി.എസ്. സുനിൽകുമാരും പാർട്ടി ആ ഞെട്ടലിൽ നിന്ന് പുറത്തു വന്നു. അല്ല, ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിനേക്കാളുപരി അവിടെ BJP ജയിച്ചു എന്നുള്ളത് തീരെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള പാളിച്ച സംഭവിച്ചിട്ടില്ലെന്നുള്ളത് പരിശോധിച്ച് ഇനി അത് തിരുത്തി ജനങ്ങളുടെ പിന്തുണ നേടുക എന്നുള്ളതാണല്ലോ അതിന് പരിഹാരമാർഗം. അതിലെനിക്ക് ആത്മവിശ്വാസമുണ്ട്. തൃശ്ശൂരിലെ പരാജയം ഉണ്ടായി എന്ന് പറഞ്ഞാലും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അങ്ങനെ കൈവിടാൻ കഴിയില്ല. കാരണം തൃശ്ശൂരിൻ്റെ എല്ലാ കാര്യങ്ങളിലും, ഞാൻ തൃശ്ശൂരിനെ വെച്ച് പറയുന്നതാണ്, ഞങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നതിൽ ഞാൻ മുമ്പ് അവിടെ MLA മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. ആ നിലയിൽ എന്നെപ്പറ്റി അറിയാത്ത ആളുകളല്ല അവിടെയുള്ളത്. മുന്നണി എന്ന നിലയിൽ ഞങ്ങളുടെ രാഷ്ട്രീയവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമൊക്കെ അവരുടെ പ്രവർത്തന മികവും ആത്മാർത്ഥതയൊക്കെ അറിയുന്ന ആളുകളാണ് തൃശ്ശൂരുള്ള ജനങ്ങൾ. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു, BJP ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എന്നതെങ്കിലുമായി അവിടെ ഇടതുപക്ഷത്തിന് പരാജയം സംഭവിച്ചു എന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇതൊരു നിസ്സാര കാര്യമായിട്ട് കാണുന്നില്ല. തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് കരണീയമായ മാർഗ്ഗം. അല്ലാതെ നമ്മളിപ്പോൾ പരാജയപ്പെട്ടു എന്ന് കരുതി നിരാശപ്പെട്ടും ഞെട്ടിയും ധരിച്ചും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായാൽ അടുത്ത സെക്കൻഡ് തന്നെ അതിൻ്റെ ഒരു കാരണം, ഒരു റീസൺ അവർക്ക് ഇത് തിരികെ പാർട്ടി പഠിക്കുന്നതിനൊപ്പം തന്നെ പെട്ടെന്ന് മനസ്സിലാവും. എന്തുകൊണ്ട് തോറ്റു എന്ന് വി.എസ്. സുനിൽകുമാറിനും പാർട്ടിക്കും കൃത്യമായ ബോധ്യം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തോറ്റത്? സത്യം പറഞ്ഞാലേ അവിടുത്തെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. അവിടെ UDFൻ്റെ വോട്ടും ചോർന്നു പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കേരളത്തിലെമ്പാടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ UDFന് അനുകൂലമായൊരു തരംഗം ഉണ്ടായി. എന്നാൽ തൃശ്ശൂർ മാത്രം ആ തരംഗം നമ്മൾ കണ്ടില്ല. തൃശ്ശൂർ അവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥി പ്രബലനായ സ്ഥാനാർത്ഥിയാണ്. ഒരു പക്ഷേ UDFന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ച കെ. മുരളീധരൻ. ഈ ട്രെൻഡ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അവിടെ ജയിക്കേണ്ടത്, സത്യം പറഞ്ഞാൽ ആ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ UDF ആണല്ലോ ജയിക്കണം എന്ന് പറയും. എല്ലാ ചാനലുകളും നടത്തിയ സർവേകളിലെല്ലാം UDF ആണ് മുന്നിൽ നിന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവിടെ സംഭവിച്ചത് മൂന്നാം സ്ഥാനത്ത് നിന്ന BJP ഒന്നാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ്. അവിടെ സിറ്റിംഗ് MP കോൺഗ്രസിൻ്റെ MP ആണ്. 93,000 വോട്ടിന് ജയിച്ച MP ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 93,000 വോട്ടിന് ജയിച്ച MPയുടെ മുന്നണി കേരളത്തിലെ 19 സീറ്റുകളിലും ബാക്കി 18 സീറ്റുകളിലും മുന്നിൽ നിൽക്കുകയും വൻ മുന്നേറ്റം നടത്തുകയും ചെയ്തപ്പോഴും എന്തുകൊണ്ടാണ് അവിടെ അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയത്? എന്തുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് BJP രണ്ടാം സ്ഥാനത്ത് വന്നത്? അപ്പം അത് നമ്മുടെ ഇടതുപക്ഷ പാർട്ടികൾ മാത്രം പരിശോധിക്കേണ്ട കാര്യമല്ല, അത് കോൺഗ്രസും കൂടെ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ഇത്തരം സംഗതികൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവിടുത്തെ NDA സ്ഥാനാർത്ഥി NDAയും ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്നത് പോലെയുള്ള ഏറ്റവും വലിയ സാമ്പത്തികമായ നിരവധിയായ മാനിപ്പുലേഷൻസ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ നടത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവർ താമസിക്കുന്ന കോളനികളിൽ നേരത്തെ മുതൽ തന്നെ വളരെ നല്ല നിലയിൽ ആധുനിക സൗകര്യങ്ങൾ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പണം കൈമാറുന്ന പരിപാടികളും വൻതോതിൽ എങ്ങനെയൊക്കെ ആളുകളെ വോട്ടർമാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമോ അതിനുള്ള എല്ലാ, അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിന്
നിരക്കാത്ത വിധത്തിൽ പലതവണ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കരുവന്നൂർ പ്രശ്നം ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന CPM ആ ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ അവർ CPM ജില്ലാ സെക്രട്ടറി അടക്കം ഒരു അറസ്റ്റിൻ്റെ ഭീതിയിലേക്ക് നിർത്തി ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മൊറയിൽ നഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ പാർട്ടി അക്കൗണ്ട് മരവിപ്പിക്കുക, ഇതൊന്നും സാധാരണ നിലയിൽ ജനാധിപത്യ സംവിധാനത്തിൽ കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോഴും കരുവന്നൂർ ഒരു ഫാക്റ്റായിട്ട് അവിടെ നിലനിൽക്കുമല്ലോ. കരുവന്നൂർ ഫാക്റ്റ് ആണെങ്കിൽ തന്നെ ആ ഫാക്റ്റിനെ എങ്ങനെ അവർ ഭരണത്തിൻ്റെ കൂടി അല്ലെങ്കിൽ അവർ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനൊരു എക്സസ് ഫോഴ്സ് അതിൻ്റെ മുകളിൽ കൊണ്ടുവരും, അതായത് എക്സസ് ആയിട്ടുള്ള രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് നടന്നിട്ടുണ്ട്. അവിടെ കരുവന്നൂർ ഒരു ഇഷ്യൂ ആണ്, അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്തുണ്ടായിട്ടുള്ള ഒരുപാട് അഴിമതിയൊക്കെ തന്നെ നമ്മളാരും അംഗീകരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അത് വെച്ച് CPM തന്നെ അവിടെ പ്രതിയാക്കുന്ന നിലയിലേക്ക്, അവിടെ ഒരു പാർട്ടിയെ പ്രതിയാക്കുന്ന നിലയിലേക്ക് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നിട്ടുള്ളൊരു അരങ്ങൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതൊക്കെ എന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ മനസ്സുള്ളവർക്ക് പോലും ഇടതുപക്ഷത്തോട് വിരോധം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കരുവന്നൂരിൽ CPM തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ? CPIയുടെ അവിടുത്തെ പ്രധാന ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പരിഹരിക്കപ്പെടേണ്ടായിരുന്നു. അതായത് 2020 മറ്റോ അതിൻ്റെ കാര്യം പുറത്തു വന്ന സമയത്ത് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു. അതങ്ങനെ ഒരു ലാഗ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ അത് പരിഹരിക്കാൻ കഴിയുമായിരുന്നൊരു പ്രശ്നമായിരുന്നു എന്നാണ് ഞാനിപ്പോൾ അതിനെപ്പറ്റി അത്രേ പറയുന്നുള്ളൂ. അന്നത് പരിഹരിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതൊരു നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. ഒരുപക്ഷെ CPM അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ച് കാണില്ല, ഇതൊക്കെ സാധാരണ നിലയിൽ പരിഹരിക്കപ്പെട്ടു പോകും എന്ന് ധരിച്ചുകൊണ്ട് അത് അങ്ങനെ ലാഘവത്തോടെ എടുത്തതായിരിക്കാം. പക്ഷേ അന്നേ പരിഹരിച്ച് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് അത് കരുവന്നൂർ വിഷയം കരുവന്നൂരിലോ തൃശ്ശൂരിലോ മാത്രം ബാധിച്ച കാര്യമില്ല. മൊത്തത്തിൽ ഇപ്പോൾ കേരളത്തിലിപ്പോൾ എത്രയോ സഹകരണ ബാങ്കുകളിൽ ഇതുപോലെയുള്ള ഒരുപാട് അഴിമതികളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനെ ഒരു ദേശീയ വിഷയമാക്കി മാറ്റാൻ അത് BJP ശ്രമിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും തോൽവിയുടെ വിവിധ കാരണങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷ മേഖലകളിൽ, മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിലെല്ലാം BJPക്ക് വോട്ട് പോയിട്ടുണ്ട്. അത് ഇടതുമുന്നണിയുടെ പോയിട്ടുണ്ട്, UDFൻ്റെയും പോയിട്ടുണ്ട്. ഈ ന്യൂനപക്ഷങ്ങൾ, ഈ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ BJPയുടെ കെണിയിൽ വീഴുകയായിരുന്നു സത്യത്തിൽ. അല്ലാതെ നമുക്ക് കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് അവർ മോശക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല. എന്നേക്കുമായിട്ട് അവരെ ശത്രുപക്ഷത്ത് നിർത്താനും എനിക്ക് കഴിയില്ല. കാരണം ആ സമൂഹങ്ങളുമായിട്ടൊക്കെ ആയിട്ട് വളരെ ഉറ്റ ബന്ധം പുലർത്തുന്ന ഒരാളാണ് വ്യക്തിപരമായി തന്നെ. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഞാനവിടെ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആ സമൂഹത്തോട് വെറുപ്പും വിദ്വേഷവും തോന്നുന്ന രീതിയിലേക്ക് നിലപാടെടുക്കേണ്ട കാര്യമില്ല. അതൊരു സംഭവിച്ചു പോയിട്ടുണ്ട് അവിടെ. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചോർന്നു പോയിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ ഒല്ലൂർ മണ്ഡലത്തിലൊക്കെ BJP ആ മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞില്ല, അവിടുത്തെ BJP എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായ ധാരണയുള്ള ആളുകളെന്ന നിലയിൽ ഇത് CPIയും CPMും മാത്രം പരിശോധിക്കേണ്ട വിഷയമല്ല. അത് അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആ ജനവിഭാഗങ്ങൾ അത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്, നല്ല കാര്യമാണോ? ഇപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഞാനീ പറയുന്നത്, ഞാനൊരു അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ പറ്റിയാണ് പറയുന്നത്. അത് നമ്മുടെ കേരളം അനുവർത്തിച്ച് വരുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിന് ഉതകാത്ത രീതിയിൽ സംഭവിക്കുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടത് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം പരിശോധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഞങ്ങൾക്ക് ചോർന്നു പോയിട്ടുള്ള ഏവറേജ് വോട്ടിലൊരു 25 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് BJPയിലേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ നേരോണ്ടും ജയിക്കില്ല അവിടെ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ സ്റ്റാറ്റിക്സ് ഞാൻ പറഞ്ഞാണ്. അവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള വോട്ടും ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ ഇടതുപക്ഷ വോട്ടുകളിൽ നിന്ന് BJPയിലേക്ക് പോയി എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള വോട്ടുകൾ, ആ വോട്ടുകളെ ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, ആ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഈ വോട്ടിനാണല്ലോ ജയത്തിനും തോൽവിയും നിശ്ചയിക്കുന്ന സംഗതി. എത്ര വോട്ട് എനിക്ക് കിട്ടി, എത്ര വോട്ട് എതിരാളി കിട്ടി എന്നുള്ളതാണല്ലോ ജയത്തിനും തോൽവിയുടെയും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ആ സംഗതി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 25 വോട്ട് ഒരു ബൂത്തിൽ ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ
ഇടതുപക്ഷ മുന്നണി ജയിക്കുക, ഇവിടെ സിമ്പിളായി ജയിക്കാവുന്ന കേസുള്ളൂ. ഈ തൃശ്ശൂർ പൂരം അത് തൃശ്ശൂരുകാരുടെ ഇപ്പോൾ VS സുനിൽകുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് തൃശ്ശൂർ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. തൃശ്ശൂർകാർക്ക് വികാരമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. ഒരു കാരണം ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വോട്ട് കുറയുന്നതിനൊരു കാരണമായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ തൃശ്ശൂർ പൂരം പക്ഷേ അതങ്ങനെ അത് പൊളിച്ചതിൻ്റെ പിന്നിൽ അതൊരു ഈ പറയുന്ന BJPയുടെ RSSൻ്റെ ആളുകൾക്കൊക്കെ പങ്കുണ്ട്. പക്ഷെ അന്ന് ആ പൂരത്തിൻ്റെ കാര്യത്തിൽ അവിടുത്തെ പോലീസ് ഓഫീസർ എടുത്ത നിലപാട് സംശയാസ്പദമാണ്. അത് വളരെ അടിവരിയിട്ട് പറയണം. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്. പിന്നെ അവിടെ ആ പൂരം പിന്നെ തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് നടത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ ഈ നമ്മൾ ഇത്രയും വലിയ സംവിധാനം സന്നാഹം ഒരു പൂരം നടത്തിപ്പിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനിടയിൽ പെട്ടെന്നൊരു കമ്മിറ്റി പോലും കൂടാതെ പൂരത്തിൻ്റെ മേളം നിർത്തിവെക്കാൻ പറയുന്നു, പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്നു. ഇത് ഏത് ഘടകം അല്ലെങ്കിൽ പൂരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘടകം കൂടി തീരുമാനിച്ചാണോ? അതിന് മുമ്പ് എന്തെങ്കിലും ഒരു സംഘർഷപരിതമായ അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പത്രക്കാർക്ക് ആർക്കെങ്കിലും അങ്ങനെ റിപ്പോർട്ട് കിട്ടിയായിട്ട് എനിക്കറിയില്ല. പൂരം വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇലയിത്തര മേളവും തെക്കോട്ടിറക്കവും കുടമാറ്റവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ അവരുടെ പൂരം സ്മൂത്തായി പോയി. തിരുവമ്പാടി ഈ പൂരം നടത്തിപ്പിനിടയിൽ പലപ്പോഴും പോലീസായിട്ട് ചില ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതപ്പോൾ പരിഹരിക്കും. ചിലപ്പോൾ അവർ നമ്മുടെ വൈകാരികമായി പൂരത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാവും. അവർ ചിലപ്പോൾ വൈകാരികമായിട്ട് പ്രതികരിക്കും. ഒക്കെ സാധാരണ അവിടെ പൂരത്തിൻ്റെ ഒരു ഭാഗമാണ്. കേരള പൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇടപെടുക, പരിഹരിക്കുക എന്നൊക്കെയുള്ള നിലയിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ അങ്ങനെ പൂരം നടക്കുന്നു, ഈ വിഷയം ഉണ്ടാവുന്നു, വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്നു, പൂരത്തിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, മേളം നിർത്തിവെക്കുന്നു. ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച പോലെ അല്ല. അതെങ്ങനെ സംഭവിക്കുക? ഞാൻ ചോദിക്കുന്നത് അവിടെ പെട്ടെന്ന് അവിടെ വത്സൻ തില്ലങ്കേരി പോലുള്ള RSS നേതാക്കന്മാർ വരുന്നു. അവിടുത്തെ BJPയുടെ RSSൻ്റെ അവിടെ ചാർജുകാരനായിട്ടുള്ള ആളവിടെ താനൂരുകാരായിട്ടുള്ള ആളവിടെ ഉണ്ടാവുന്നു. അവിടുത്തെ NDA സ്ഥാനാർത്ഥി അതുവരെ പൂരത്തിൻ്റെ ഒരു ഘട്ടത്തിലും ആ പൂരത്തിൻ്റെ ഒരു സ്ഥലത്ത് ഞാൻ ആ സ്ഥാനാർത്ഥി കണ്ടിട്ടില്ല. ഞാൻ രാവിലെ മുതൽ 3 ദിവസം പൂരത്തിൻ്റെ ഫുൾ പരിപാടികളുണ്ടായിരുന്നു. അതിപ്പോൾ സ്ഥാനാർത്ഥി കൊണ്ട് നിന്നിട്ടുള്ളതല്ല. അതിന് മുമ്പ് എല്ലാ പൂരത്തിനും ചെയ്യാറുള്ള പോലെ തന്നെ ഞാൻ ആ മേഖലയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ അവിടേക്ക് പോകേണ്ടിരുന്നത്. കാരണം ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇനി ആർക്കെങ്കിലും ഒരു അസ്വസ്ഥത തോന്നണ്ടാന്ന് ഞാൻ മാറിയുന്നതാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനവിടെ 2:45-3 മണിക്കാണ് അവിടെ എത്തുന്നത്. അതിന് മുമ്പ് അതുവരെ വരാത്ത NDA സ്ഥാനാർത്ഥി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നിറങ്ങുന്നു. അത് മുഴുവൻ ചാനലും അപ്പം തന്നെ അതുവരെ ഇല്ലാത്ത ചാനലുകൾ മുഴുവൻ അവിടെ വരുന്നു. ചാനലുകൾ മുഴുവനും അത് ടെലികാസ്റ്റ് ചെയ്യുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ടിങ്ങിലേക്ക് വരുന്നു. പൂരം തകർക്കുന്നു പറയുന്ന അതിനിടയിൽ ചില ചാനലുകളിൽ പൂരം ഗവൺമെൻറ് തകർക്കുന്നു എന്ന് പറയുന്നത്. ഗവൺമെൻറ്റാണല്ലോ പൂരം നടത്താൻ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന സർക്കാരിൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരത്തിലാകെ മാറ്റി മറിക്കുന്നൊക്കെ പുതിയ MP ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ എനിക്ക് അത്ഭുതപ്പെട്ടൊരു കാര്യം വെച്ചാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകളൊന്നും നമുക്ക് മാറ്റാനുള്ള അവകാശമൊന്നുമില്ല. അത് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ ക്ലാസിക്കലായിട്ടുള്ളൊരു ഡിസൈനാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ ആര് വന്നാലും മാറ്റാൻ നമുക്ക് കഴിയുന്ന കാര്യങ്ങളല്ല. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, ആ ചടങ്ങുകൾ നടത്താൻ ആവശ്യമായ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചും ഇവിടെ കൃത്യമായ ധാരണകളൊക്കെ ഉള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകണം എന്ന് കരുതി തന്നെ അവിടെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു എന്നുള്ളത് വ്യക്തവും സ്പഷ്ടവുമാണ്. അതിപ്പോൾ ഈ മൊത്തത്തിൽ നടന്നിട്ടുള്ള പല മാനിപ്പുലേഷൻസിൻ്റെ ഒരു മാനിപ്പുലേഷൻ മാത്രമാണ് ഈ പറയുന്ന സംഗതിയായിട്ട്. BJP മാനിപ്പുലേഷന് സിറ്റി പോലീസ് കമ്മീഷണർ പോയി വീണു. അല്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ആളാണ്. അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ പോലീസ് ഓഫീസർമാർ, ഞാൻ മനസ്സിലാക്കിയത് അവിടെ വളരെ പരിചിതനായിരുന്ന പോലീസ് ഓഫീസർമാരെ പലരെയും അദ്ദേഹം അവിടേക്ക് അടുപ്പിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ തൃശ്ശൂർ പൂരം എപ്പോഴും നടത്തുമ്പോൾ സാധാരണ അവിടുത്തെ പോലീസ് ഭരണകൂടം ചെയ്യുന്നതെന്ന് വെച്ചാൽ പല പ്രദേശങ്ങളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള അല്ലെങ്കിൽ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടുള്ള തൃശ്ശൂർ പൂരം നടത്തി പരിചയമുള്ള നല്ല പരിചയസമ്പന്നരായ ഓഫീസർമാരെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി മാത്രം ഇവിടേക്ക് കൊണ്ടുവന്ന് വിന്യസിച്ച് നടത്തുന്ന പൂരമാണ് തൃശ്ശൂർ പൂരം. പക്ഷേ തൃശ്ശൂർ ടൗണിൽ തന്നെ അതിന് നല്ല പ്രാപ്തരും പരിചയസമ്പന്നരായിട്ടുള്ള പല ഓഫീസർമാരുണ്ടായിട്ട് ആ ഓഫീസർമാരെയൊന്നും ഈ പൂരത്തിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാതെ പോയി എന്നുള്ള പരാതി പിന്നീട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ആ ഓഫീസർ മാത്രമല്ല, ഓഫീസറുടെ പിന്നിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വലിയൊരു എന്തോ ഒരു ആലോചന നടന്നിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മുടെ പൂരം കലക്കിയിട്ടാണെങ്കിലും ജയിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ നിസ്സഹായരാണ് പല കാര്യങ്ങളിൽ. കാരണം നമ്മളൊരിക്കലും പൂരത്തെ രാഷ്ട്രീയമായിട്ട് മുമ്പും കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
പിന്നാമ്പുറങ്ങളിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും അതിൽ ഈ പറയുന്ന പിന്നാമ്പുറം എന്ന് പറയുമ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അത് BJP-യുടെ കെണിയിൽ അദ്ദേഹം പോയി വീണു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ VS സുനിൽകുമാർ അത് നിഷേധിക്കില്ല. അല്ല, എനിക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലെന്തോ ഒരു തകരാറിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് സംശയം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിഷേധിക്കുന്നതിനാണ്, എനിക്കിപ്പോൾ ആളെ സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. തൃശ്ശൂർ മേയർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപി MP ആവാൻ യോഗ്യനാണ് എന്ന് ഇടതുമുന്നണിയുടെ ഒരു മേയർ പറയുകയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വാർത്തകൾ വരുന്നുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ കഴുത്തി സംസാരിക്കുന്നത് ഒരു ഇടതുപക്ഷത്തിൻ്റെ മേയർക്ക് ചേർന്ന പരിപാടിയാണത്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ മേയറല്ല. ഇപ്പോൾ തൃശ്ശൂർ മേയർ ഇപ്പോൾ ഇടതുപക്ഷ മേയറല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ഏതായാലും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി തൃശ്ശൂർ മേയറെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇടതുപക്ഷത്തിൻ്റെ മേയറായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതിപ്പോൾ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടില്ല. അപ്പോൾ സ്വയമായിട്ടൊരു മേയറെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മന്ത്രി, ഏത് പാർട്ടിയുടെ മന്ത്രിയാണെങ്കിലും 2 ഭരണാധികാരികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നതിലൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഇലക്ഷൻ കാലത്ത് അദ്ദേഹത്തെ നിലപാടെന്തായിരുന്നു? ഇലക്ഷൻ കാലത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതിപ്പോൾ അദ്ദേഹത്തിന് പറ്റാവുന്ന വോട്ടൊക്കെ മാറ്റി കൊടുക്കാൻ കഴിയും. അതിപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുള്ള ആൾക്കാർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ സുരേഷ് ഗോപി വികസനം നടത്താൻ ഏറ്റവും നല്ല ആൾ അദ്ദേഹമാണ്, മറ്റു പലരും ഹൈമാസ് ലൈറ്റുകളൊക്കെ മാത്രം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? 2 കോടി വാഗ്ദാനം ചെയ്ത BJP സ്ഥാനാർത്ഥിയാണ് വികസനത്തിന് കാഴ്ചപ്പാടുള്ള ആൾ. ബാക്കിയുള്ളവരൊക്കെ ഹൈമാസ് ലൈറ്റ് മാത്രം സ്ഥാപിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഞാൻ 28 ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു. ഒക്കെ ഉദ്ഘാടനം ചെയ്ത് അങ്ങേരെ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. 28 ഹൈമാസ് ലൈറ്റ് അവിടെ ഞാൻ അനുവദിച്ചു. ഞാൻ ഒരു സ്ഥലത്തും പോയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ ഒരു ബോർഡും വെച്ചിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തെടുത്തും ഞാനൊരു സ്ഥലത്തും VS സുനിൽകുമാർ അനുവദിച്ച ഒരു സ്ഥലത്തും ബോർഡ് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വെച്ചിട്ടില്ല. ഈ വക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു MLA ആയിരുന്നില്ല. ഞാൻ മുമ്പ് MLA സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടില്ല. ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് പോലും ഇവിടുത്തെ മേയർ പറഞ്ഞ എന്താ? വികസനത്തെപ്പറ്റി കാഴ്ചപ്പാടുള്ളൊരു, ഞാൻ എന്ത് വികസനത്തിൽ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണോ? അവിടെ ബിഷപ്പ് രഹിത മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് 30 ലക്ഷം രൂപ കലക്ടർ അക്കൗണ്ടിൽ ഇടുന്നിട്ടും ഒരു സ്ഥലം കണ്ടെത്തി തരാൻ കോർപ്പറേഷനെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനും ഈ മേയറും കൂടി എത്രയൊക്കെ സ്ഥലത്ത് കൊണ്ടു നടന്നിട്ട് തന്നെ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നടത്തിച്ചിട്ടും ഒരു സ്ഥലം വിട്ടുവരാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ MLA സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ? അദ്ദേഹത്തിൻ്റെ പ്രശ്നം തന്നെ, അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഇടതുപക്ഷക്കാരനല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല താല്പര്യങ്ങൾ കണ്ടേക്കാം. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാൾ ഈ ഇടതുപക്ഷത്തിൻ്റെ മേയറാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവിടെ നിന്ന് മാറണം. അല്ല, അദ്ദേഹത്തെ മാറ്റിയേ പറ്റും. അതിപ്പോൾ മാറ്റാണ്ടിരിക്കാൻ ഇനി ഇടതുപക്ഷം മുന്നോട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തമായ അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ അതിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ. അതാണ് നല്ലത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മേയർ അവിടെ ഇരിക്കുന്നത് നമുക്ക് ഗുണകരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ആളെന്നല്ല. ഞാൻ അദ്ദേഹം ജയിച്ച സമയത്ത് ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്ന ആദ്യം വിളിച്ചു പറഞ്ഞാൽ ഞാനാണ് അദ്ദേഹത്തോട്. കാരണം 24 സീറ്റിൽ നിൽക്കുന്ന ഒരാൾ, കോൺഗ്രസിൻ്റെ റിബലായിട്ട് മത്സരിച്ച് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ സ്വഭാവമായിട്ട് രാഷ്ട്രീയമായി ചിന്തിക്കുമല്ലോ. അദ്ദേഹത്തോട് ഞാനായി സംസാരിച്ചു. പിന്നീട് CPM നേതാക്കന്മാർ സംസാരിച്ചു, CPIക്കാരും സംസാരിച്ചിട്ടാണ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ തെറ്റായി പോയി ബോധ്യപ്പെട്ട ഈ സമയത്താണോ? അല്ല, അത് നമ്മളൊരിക്കലും രാഷ്ട്രീയത്തിൽ നമ്മൾ തെറ്റ് ശരിയെന്ന് നിശ്ചയിക്കുന്നത് ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഒരു കാര്യത്തിൽ ഇപ്പോൾ അന്ന് ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം രാഷ്ട്രീയമായി എപ്പോഴും ഞങ്ങൾ ആലോചിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലുണ്ടായിരുന്ന ഒരു കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങൾ ജനങ്ങളുടെ താല്പര്യം വെച്ചുകൊണ്ടാണ്. കാരണം വലിയ തോതിൽ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളൊരു കോർപ്പറേഷനായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ. പക്ഷേ പലപ്പോഴും ഇടതുപക്ഷ മുന്നണിയെ ബാർഗെയിൻ ചെയ്യാനാണ് ശ്രമിച്ചത്. കാരണം CPIക്ക് മേയറെ കിട്ടേണ്ട ഒരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങളും അദ്ദേഹം കൂടി ഇരുന്ന ധാരണ അനുസരിച്ച് ഇത്ര കൊല്ലം കഴിഞ്ഞ് CPIക്ക് മേയർഷിപ്പ് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അത് തയ്യാറായിട്ടില്ല. ആ കാരണത്താൽ തന്നെ, ഈ കാരണമൊക്കെ പോയാൽ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ പ്രയാസമാണ്. കാരണം CPIക്ക് അത് ഒഴിഞ്ഞു തരേണ്ടതാണ് അദ്ദേഹം. അതിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. ഞങ്ങൾക്കത് ഒഴിഞ്ഞു കിട്ടണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇപ്പം നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ്. നമ്മളൊരു രാഷ്ട്രീയ പോരാട്ടം നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കാതെ നമ്മുടെ പിന്നിൽ നിന്ന് കുത്തും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ ഒരു ചീറ്റിംഗ് ഇല്ലല്ലോ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അദ്ദേഹം തന്നെ തുടരുമെന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ്
പറ്റുക? നമുക്ക് പറ്റും. ഈ വർഗീസിൻ്റെ ഈ പോക്ക് ബി ജെ പിയിലേക്കാണ് എന്ന് കരുതുന്നു. അല്ല, അത് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ എവിടെ പോകണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകമല്ലല്ലോ. അദ്ദേഹത്തിനിപ്പോൾ ഇനിയിപ്പോൾ നാളെ BJP ആയാലും പോകണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സിലേക്കും തിരിച്ചു പോകുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മറുപടി പറയേണ്ട വിഷയമല്ല. അത് അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ അദ്ദേഹം നിലക്കിരുത്താൻ CPM കഴിയുന്നില്ലേ? അത് CPM പരിമിതികളുണ്ടല്ലോ. നമ്മളിപ്പോൾ CPM കുറ്റപ്പെടുത്തേണ്ട ഒരു സന്ദർഭമല്ലത്. CPM ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിലപാടെടുത്ത പോലെ അവരുടെ പാർട്ടിക്ക് അവരുടെ പാർട്ടിയുടെ ജില്ലാ കൗൺസിലോ അല്ലെങ്കിൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം വരാമെന്നും CPM പോലെ ഒരു പാർട്ടിക്ക് പെട്ടെന്ന് മേയർ മാറണമെന്നൊന്നും അവിടുത്തെ ജില്ലാ സെക്രട്ടറി ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടല്ലേ ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും. വർഗീസിനെ മുന്നിൽ നിർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. സംശയമില്ലാത്ത കാര്യമാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് അത്ര ഗുണകരമായി തോന്നുന്നില്ല. ഈ സംസ്ഥാനം ഉടനീളം ഉണ്ടായ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് വിലയിരുത്തലുണ്ടോ? അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം 2019 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 19 സീറ്റിൽ തോറ്റുപോയല്ലോ. ഇപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ മാവേലി സ്റ്റോറിൽ അന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, അരിയോ പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പെൻഷനൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു, റേഷൻ കടയിലൊക്കെ അരി ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അന്ന് പക്ഷേ ശബരിമല വിഷയത്തിൻ്റെ പേരിൽ മാത്രമാണല്ലോ ഒരു ജനങ്ങളെന്ന് LDFനെതിരായിട്ട് വോട്ട് ചെയ്തത്. അപ്പോൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ്. അത് അന്ന് പ്രതിഫലിച്ചതിന് ശേഷം 2021 വന്നപ്പോൾ നേരെ തിരിച്ചുള്ളൊരു വോട്ടിങ്ങാണ് ഉണ്ടായത്. അപ്പോൾ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം വെച്ചുകൊണ്ട് കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമാണ് എല്ലാത്തിനും അടിസ്ഥാനമെന്ന് മാത്രം പറയാൻ പറ്റില്ല. എന്നാൽ ഭരണ രംഗത്തുണ്ടായിട്ടുള്ള നിരവധി പിഴവുകളും അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPIയുടെ ഉൾപ്പാട്ട് ചർച്ചയിലെ വിമർശനങ്ങളിലടക്കം ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ശൈലി, പ്രവൃത്തി, അതിനകത്തൊക്കെ ആകെ പ്രശ്നം. അങ്ങനെ ഒരു ചർച്ചയൊന്നും സത്യം പറഞ്ഞാൽ ആ രീതിയിലൊന്നും ഈ പത്രങ്ങളിൽ പറയുന്ന പോലെയുള്ള ചർച്ചകളൊന്നും അല്ല നടക്കുന്നത്. ഞങ്ങൾ കുറച്ചും കൂടി ഗൗരവപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ അത് പാർട്ടിക്കുള്ളിലല്ലാലും പുറത്തായാലും അല്ല, ഞാൻ പറയുന്നത് 2021 സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളെല്ലാം വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ജയിച്ചില്ലേ. അപ്പം നമുക്കൊരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാരാണ് ജനങ്ങൾ. അത് രണ്ടാമത്തെ കാര്യമാണ്. അതല്ലല്ലോ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അതിന് ടോട്ടൽ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങൾ ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിലല്ല അതിൻ്റെ ശരിയായ ഒരു ദിശ. ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ പല കോണുകളിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് CPI പഴയ പോലെ തിരുത്തൽ ശക്തിയാകുന്നില്ല എന്നുള്ളതാണ്. ഒരു പരിധി വരെ അതിനകത്തൊരു വാസ്തവമുണ്ടോ? ഇല്ല, ഞങ്ങളങ്ങനെ ഒരു കാലഘട്ടത്തിലും ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്ന ശരികൾ പറയാമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് തോന്നുന്ന ശരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം ഞങ്ങൾ ഏത് കാലത്തും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും സമയത്ത് കുറവുണ്ടായെന്നും വസ്തുതാപരമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോഴും CPIക്ക് പറയാനുള്ള കാര്യങ്ങൾ CPI പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നാളെയും CPI പറയും. ഞങ്ങളുടെ നേതാക്കന്മാർ അതിനൊക്കെ പ്രാപ്തന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ശരി പറയുന്നത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഇല്ല, അതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. അതങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. CPI പണ്ടത്തെ പോലെ അത് ഞങ്ങളെന്ന് പ്രകോപിപ്പിച്ച് കളയാമെന്ന് വെച്ച് പറയുന്ന കാര്യങ്ങളാണ്. CPIനൊന്ന് പ്രകോപിപ്പിച്ച് കളയാം, CPI പണ്ടത്തെ പോലെ അതിനില്ലല്ലോ. ആരെ പറ്റിയാണ് പറയുന്നത്? CPMനെതിരെ പറയണമെന്നാണ് ഈ പറയുന്നത്. ഈ CPMനെതിരെ പറഞ്ഞാൽ മാത്രമേ ഇവിടെ തിരുത്തൽ വരുത്തൂ എന്നുള്ള നിർബന്ധമുണ്ടാവും. ഞങ്ങൾ ഇടതുപക്ഷത്തിനകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾ അകത്ത് പറയേണ്ടത് അകത്തും പുറത്ത് പറയേണ്ടത് പുറത്തും പറയും. അതിൽ എന്തെങ്കിലും തരത്തിൽ കുറവുകൾ സംഭവിച്ചു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഞാനതൊരു രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയിൽ പറയുന്നതല്ല, അത് വസ്തുതാവിരുദ്ധം തന്നെയാണ്. തിരക്കിനിടയിൽ ഇത്ര സമയം അനുവദിച്ചിരുന്നത് സന്തോഷം.